കണ്ടാ നൈസ്. ഇവിടുന്ന് സാധനങ്ങൾ പറക്കി കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് കളർ ചെയ്ത് ഇവിടെ കാണാല്ലേ വെച്ച് നമ്മൾ കളർ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈനസ് വരും. അത് കണ്ടീഷണറൊക്കെ ഇട്ടൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഓ സൂപ്പർ ചേച്ചി സൂപ്പർ. അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ വിശ്വസ് പറഞ്ഞോ കേട്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം. സൗണ്ട് ഇല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ശ്വേത അതുപോലെ അമലിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വർക്കുണ്ട് വീട്ടിൽ. നാളെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ റിട്ടേൺ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നത്. വർക്കില്ലാത്തപ്പോഴാണ് ഞങ്ങളിതുപോലെ ഹസ്ബൻഡ്സിൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഇന്ന് ചെറിയ ലൈറ്റ് മേക്കപ്പാണ്. അപ്പോൾ നാളെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഒന്ന് മേക്കപ്പ് കഴിഞ്ഞിട്ട് അവളും തിരിച്ചു പോകും, ഞാനും ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പം യെസ്, ഇച്ചുമ എണീറ്റിട്ട് കുട്ടി അമ്മമ്മയുടെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ അവൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അവളെ കുളിപ്പിക്കും. അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ. സമയം 9 മണി 9:30. ഞങ്ങൾ എണീക്കുമ്പോൾ ഏകദേശം ആ സമയമാവാറുണ്ട്. എനിക്ക് എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ബ്രഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇച്ചുമ എന്താ ചെയ്യണം നോക്കാം. ആൻഡ് അവൾ കുളിപ്പിക്കണം. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി കലാപരിപാടി, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ തുടങ്ങട്ടെ ഏട്ടാ. ദോശ കേട്ടോ. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പം ദോശ അപ്പോൾ ചുട്ട് കഴിക്കുകയാണ് പതിവ്. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പം ഞാൻ കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അവൾ കുളിപ്പിക്കാൻ. പിന്നെ ഞാൻ ദോശ ചുടട്ടെ കേട്ടോ. അങ്ങനെ എൻ്റെ ദോശ റെഡി. നല്ല ക്രിസ്പി ദോശ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ തറവുണ്ടായിരുന്നു. പിന്നെ ഇതാ ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും ചട്നിയും തറവൊക്കെ കൂടെ കഴിച്ചു കേട്ടോ. കുളിക്കാൻ പോവല്ലേ ചിരിച്ചി ചിരിച്ചി ചിരിക്കില്ല. ഞങ്ങൾ പോയി ചിരിച്ച് ഞങ്ങൾ പോയി കുളിച്ചിട്ടേക്കാരാട്ടാ. ഇത് ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, മാക്സിൻ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ വന്നതാണ് പുണ്ണീനെ കാണാൻ വന്നതാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വർക്കിലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയാണ്. അച്ഛൻ ഇതുപോലെ വീട്ടിൽ വണ്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം അതിന് കംപ്രസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് വണ്ടിയിൽ നിന്ന് സൈഡ് ചളിങ്ങിണ്ടായിരുന്നു. അപ്പോൾ തട്ടി നിവർത്തി അച്ഛനതൊക്കെ സൈഡും അതുപോലെ ഫ്രണ്ടിലും കുറച്ചൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെയിൻറ്റ് ചെയ്യായിരുന്നു കേട്ടോ അച്ഛൻ. കുളി കഴിഞ്ഞ ഉറക്കാൻ നമുക്ക് നിർബന്ധം. കുറച്ചിട്ട് ഉറക്കാന്ന് അവള് പിടിച്ചെന്നെ. ലാസ്റ്റ് ഇച്ചുമ്പോൾ നല്ല ഉറക്കായിട്ട് കുളി കഴിഞ്ഞാൽ ഒരു ഉറക്കം ആൾക്കുള്ളതാണ്. അപ്പോൾ ആൾ നല്ല ഉറക്കായി. ചില ദിവസങ്ങളിൽ ഞങ്ങളിതുപോലെ അവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അധികം ആർഭാടൊന്നുമില്ല. ഒരു ചെറിയ പൊട്ട് 2 വാലൊക്കെ ഇട്ട് കൊടുത്ത് രസമല്ല കാണാനായിട്ട്. ഇത് നമ്മൾ ഫാം ഹബിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ 2 പേരും അതിപ്പോൾ 2 വീടുകളിലാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും മാക്സിമം ഞങ്ങൾ ട്വിന്നിങ് പോലെയാണ്. ഒരുപോലത്തെ ഡ്രസ്സുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. അവർക്ക് എല്ലാതും 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ് നമ്മൾ. അപ്പോൾ ശ്വേതയുടെ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും കുഞ്ഞുമാളും സെയിം ഡ്രസ്സായിരിക്കും തലേദിവസം, അതുപോലെ പിറ്റേ ദിവസം ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ശ്വേതയുടെ രാവിലത്തെ റുട്ടീൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. നമ്മുടെ ഇച്ചുമ റെഡി ആയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. കുഞ്ഞുമാൾ നല്ല ഉറക്കാണ്. എണീറ്റിട്ടില്ല. വൈകുന്നേരം അവൾക്ക് ഓൾറെഡി ഉറക്കില്ലാത്തതുകൊണ്ട് കുറേ നേരം കുട്ടി കിടന്ന് ഉറങ്ങാണ്. പാവം കുട്ടി. എന്നിട്ടാ ചായ കുടിക്കണ്ടേ? ഒരു കട്ടൻ വേണം. എനിക്കല്ല കേട്ടാ, ആൾക്കാണ് പതിവ് കട്ടൻ അല്ലേ. അപ്പൊ കട്ടൻ ഒന്നും കുഴപ്പമൊന്നുമില്ല ചേ. നീ അമ്മേനെ ദോശ അങ്ങനെ ഞങ്ങൾ 2 വീട്ടിലും ദോശയായിരുന്നു. അപ്പോൾ ഇവർ മാറി മാറി ദോശ ചുട്ട് കളിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അമലിൻ്റെ ദോശയാണേ. നല്ല വലിയ റൗണ്ട് ആയിക്കോട്ടെ. നൈസ് വേണം. നൈസ് നൈസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയും
ചട്നി ചമ്മന്തി 3 എണ്ണം. എനിക്ക് നല്ല ഇഷ്ടം ദോശ. ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. കഴിക്കാം. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ചേച്ചിരി പിള്ളേരാട്ടോ. ഇത് ചച്ചു. കിച്ചു എവിടെ? കിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പല്ലേച്ച രണ്ടാളും ചായ പിടിച്ചാ? ചായ പിടിച്ചില്ല അല്ലേ? ചായ പിടിച്ചാ? ചായ പിടിച്ചില്ല അല്ലേ? ചായ പിടിക്കാലോ നമുക്ക്. ഏത് ദോശ ഉണ്ടാക്കിയെന്നറിയോ? ചട്നി. സച്ചു കഴിച്ചാ? ദോശ പാപ്പ് കഴിച്ചാ? സച്ചു കഴിച്ചാ? മതി. കഴിച്ചാള് കഴിച്ച്. ഗുഡ് മോർണിംഗ് കുഞ്ഞുമാളു. കുഞ്ഞുമാളു നോക്കണേ. കുഞ്ഞുമാളു ചേട്ടന്മാര്. ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേട്ടന്മാര് രണ്ടാളോട് നോക്കിയിരിക്കുക എനിക്കണതല്ലേ. കുഞ്ഞുമാളു കുഞ്ഞുമണി പോണ്. കുഞ്ഞുമാളു കുളിച്ച നമുക്ക് കുളിച്ചിട്ട് വരല്ലേ. ചേട്ടന്റെ മൂത്തേക്ക് നല്ല കളിയാ. അങ്ങനെ ഞങ്ങളുടെ കൂലിയൊക്കെ കഴിഞ്ഞു. സുന്ദരിയായി കുഞ്ഞി. കുഞ്ഞു നോച്ചിയേ സുന്ദരിയാ. പൊട്ടൊന്നും ഇട്ടില്ല കേട്ടോ. ഉറങ്ങാടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുളിക്കാൻ വേണ്ടി നല്ല ഇഷ്ടാട്ടാ. ഇച്ചൂനും ഇഷ്ടാ ഓക്കും ഇഷ്ടാ. കരച്ചിലൊന്നുമില്ല. കുഞ്ഞുമോള് എന്താ കാച്ചിന്? കുഞ്ഞുമോള് പോങ്ങണ്ട നോക്കാം കുഞ്ഞി. ഏയ് നശീല അവന്റെ ബനിയത്തുമ്മയ്ക്ക പറിച്ചെടുക്ക്. ചേനിഷ്ടായാ? നോക്ക് നോക്ക്. ചേട്ടന്മാരെ നോക്കി നോക്കി കുട്ടിക്ക് മതിയായിട്ടില്ല. പാവം ചേട്ടൻ കുറെ നേരം ഡാൻസ് കളിക്കണ്. മടിയിലേക്കിനാ അമ്മ വെച്ചിട്ടു കേട്ടാ. കണ്ടാ നൈസ്. അമ്മീരി സുന്നി നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ വിചാരിച്ചോ നോക്കിയെടുത്ത ആളാളെ അമ്മച്ചിന് പോയിട്ട് വരാട്ടാ. അച്ഛന് പോയിട്ട് വരാട്ടാ. നോക്കിക്കോട്ടെ. ഞങ്ങള് പോവാൻ റെഡിയാവാൻ നോക്കാം. ഇങ്ങനെ നോക്കിയെടുത്തതാളെ എനിക്ക്. ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ഷാദി വെച്ചു അച്ഛോ. ചേച്ചി വിളിച്ചില്ലല്ലോ. ഇല്ല നാളെ കാണാട്ടാ. ഇച്ച മറങ്ങ 2 കൊമ്പൊക്കെ ഇട്ടുണ്ട്.
ഞങ്ങൾക്കത് ഇഷ്ടം. ചേച്ചി ഇപ്പൊ എന്നെ കോൾ ചെയ്ത് വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇപ്പനെ ഉറങ്ങിയാണ് കഴിഞ്ഞിരിക്കുക. ഇച്ച് നോക്കട്ടെ. മാച്ച് മാച്ചാ മാച്ച് മാച്ച് അച്ചൂടാ. ശരിട്ടാ ശരി ടാറ്റാ. ഞങ്ങളിവിടെ തറാൻ വിളിക്കാട്ടോ. ഇത് ചെമ്മീനും ഇത് മാങ്ങിയ ചക്കക്കുരും മാങ്ങിയ ഇതെന്നിട്ടാ ചക്കക്കുരു. ആ ചെമ്മീൻ ചക്കക്കുരു മാങ്ങ ഉച്ചക്കത്തെ. എന്നിട്ട് കാണലോ നിക്കണ കുട്ടി. മീൻ വറക്കണതാ മീൻ വറക്കണതാ. ഇതെന്നിട്ട് മീനാ? ബ്രാലി ബ്രാലി. ചേട്ടന്മാര് നല്ല കടച്ചില്ല അവിടെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേട്ടൻ പോവാ. കുഞ്ഞിനോട് അച്ഛനാണ് പോവാ. പോയിട്ട് വരാം അച്ഛനമ്മയും നമ്മമ്മ ആന്റി ചേട്ടന്മാരെ കൂടിയിരുന്നാട്ടാ. പോവാറായി. പോവാ നമുക്ക്. അയ്യോ അവള് നോക്ക് നോക്ക്. ഞങ്ങൾ മാച്ച് മാച്ചാ മാച്ച് മാച്ച് മാച്ച്. പോവാ നമുക്ക്. പോട്ടെട്ടാ. ടാറ്റ കൊടുത്തേ. കുഞ്ഞുമണി അതിന് വണ്ടി ടാറ്റാ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നോക്ക് ഇനി അവിടുന്ന് ചേച്ചീനും മിച്ചൂനും എടുത്തിട്ട് ചെറുവാൾക്കും. ബ്രൈഡല്ല ലേറ്റ് മേക്കപ്പ് ആണ് കേട്ടോ. അവിടെ എത്തില്ല. ശ്വേതയും അമ്മലും എത്താറായിട്ടോ. അപ്പോഴേക്കും ഇവിടെ കഴിഞ്ഞിട്ടില്ല. അതേ നല്ല ഉറക്കാണ് ഞങ്ങളുടെ ഇച്ചുമ്മ. നല്ല ഉറക്ക. ഞങ്ങളപ്പ കിടന്നുറങ്ങണതാ. ഞങ്ങൾ എനിക്കെടുത്താ പിന്നെ ആര് വണ്ടി ഓടിക്കും? നീ അണച്ചേത വണ്ടി ഓടിക്കുന്നു. ഉണ്ണിണ്ട് മോളെ. അച്ചാച്ചനെ മമ്മീൻ ടാറ്റ പറയണു. ഞങ്ങള് പോയിട്ട് പോരൂലേ? ഞങ്ങള് പോയിട്ട് വേഗം വരും. അതിന് നമുക്ക് നോക്കിട്ട് പോവാറയപ്പോ. ബൈ 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 ബൈ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിട്ടോ. എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ശരിക്കും 2 സ്റ്റോപ്പേ ഉള്ളൂ. എന്താ പറയുക, ഒരു 2 മിനിറ്റ് കഷ്ടി. ഇത് ഞങ്ങളുടെ മാഞ്ഞാങ്കുഴി ഡാമൊക്കെ കഴിഞ്ഞൊരു കയറ്റം കയറിയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ പോവാണ്. അതിന് തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും പോകും കേട്ടോ. കുഞ്ഞിമാള് വന്നില്ല ചേട്ടാ. കുഞ്ഞിമാള് വലിയ പെണ്ണായി. ഗാച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഗാച്ചി ഇവിടെ. ഓ ഗാച്ചി മോൾ ദേ അവിടെ വറക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ അസിസ്റ്റന്റ് ഗാച്ചി ഉണ്ടോ. ഗാച്ചി ഇവിടെ കുറച്ചൊന്ന് അടുക്കി പെറുക്കി വെച്ചതായിരുന്നു. ഞങ്ങളുടെ ബ്രൈഡല്ല കേട്ടോ, ലൈറ്റ് മേക്കപ്പ് ആണ്. അപ്പോൾ ആള് വരുന്നുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ ഹലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ഉണ്ടായി ഇവിടുന്ന് സാധനങ്ങൾ പറക്കിക്കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് കളർ ചെയ്ത് ഇവിടെ കാണാല്ലേ ഗാച്ചിയെ. ഇതേ സേത് മോൾ വെയിലത്ത് അതെ സൺ കിസ്ഡ് ആണ്. അവള് സ്വന്തമായിട്ട് ചെയ്തതാട്ടാ. കാണിച്ചു തരാട്ടാ. തുറക്കാൻ കിട്ടില്ലേ? ഇല്ല, നീ ഇവിടെ നിക്കണം, ഞാൻ അവിടെ നിക്കണം. ബ്ലോണ്ട്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ഷെയ്ഡാ. കണ്ടാ എനിക്ക് എൻ്റെ ഡോക്ടറെ വിളിച്ചു വെച്ചിട്ട് വേണം കളർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഫീഡ് ചെയ്യുന്നോണ്ടേ ചെയ്യാൻ പാടോ ഇല്ലയോ എന്നറിയില്ല. നമ്മൾ കളർ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈനെസ് വരും. അത് കണ്ടീഷണറൊക്കെ ഇട്ടൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കണ്ട. ഓ സൂപ്പർ ചേച്ചി സൂപ്പർ. ഇന്നത്തെ നമ്മുടെ ലൈറ്റ് മേക്കപ്പ് ആണ്. ജിന്മ അല്ലേ? ജിന്മ. നമ്മൾ ബ്രൈഡ് അല്ല,
ഇവിടെ നിന്ന് വർക്കില്ലാത്ത കാരണം ആൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ വർക്ക് എടുത്തത്. ലൈറ്റ് മേക്കപ്പ് നമ്മളവിടെ പോയി ചെയ്യാറില്ല. ശരി തൊഴുത് നിൽക്കണേ. ലെൻസ് പിന്നെ ആൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു ഹേസൽ അല്ല ശരിക്കും എന്താ കളറ്, ബ്രൗൺ തന്നെ, കുറച്ച് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണ്. നമുക്ക് പതുക്കെ മേക്കപ്പ് ഒക്കെ തുടങ്ങാം അല്ലേ? എന്താ ഒരു കള്ള ലക്ഷണം. ലാഷ് ഒട്ടിക്കട്ടെ നിങ്ങൾ. വന്നിക്കണ ഒരാള് മേക്കപ്പ് കാണാൻ വന്നതാണോ? ഒരുങ്ങിയില്ലേ? ഇഷ്ടായി നിനക്ക് മേക്കപ്പ്? സൂപ്പറാന്നറിയ. മിണ്ടറില്ല കേട്ടോ അവള് മിണ്ടറില്ല ഇങ്ങനെ നോക്കുമ്പോ ലെൻസ് അങ്ങനെ അറിയില്ല കേട്ടോ. അങ്ങനെ അല്ലേ ലെൻസിന്റെ ഞങ്ങൾക്ക് ടെൻഷൻ. നിങ്ങള് നോക്കണോക്ക് എന്താ ഒരു കാണിക്കേ? അവള് ഫോണിക്ക് നോക്കിയിരിക്കുക. എന്താ പരിപാടി? അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ വിശ്വസ് പറഞ്ഞോട്ടോ. അപ്പൊ എങ്ങനെ റെഡി ആവാൻ വന്നതാ. അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ആൾക്കെന്നെ ഒരു സംശയം, എന്റെ ഒരു എൻഗേജ്മെന്റ് ലുക്ക് ആയോ എന്നുള്ള ഒരു ഡൗട്ടേ. പക്ഷെ ഭംഗിയില്ലേ കാണാൻ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടും കൂടെ കാണിച്ചു തരാം. ഇവിടെ ലൈറ്റ് കുറവുണ്ട്. പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് കഴിഞ്ഞു. കേൾസ് അല്ല, ജസ്റ്റ് വേവി ആയിട്ടുള്ള ഹെയർ അയച്ചിട്ടുള്ള. ഓക്കെ അല്ലേ? ശരിയല്ലേ? ആളെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാന്ന് തോന്നിയില്ല കേട്ടോ. പിന്നീടാണ് അറിഞ്ഞൊരു സന്തൂർ മമ്മിയാന്നുള്ളത്. 2 ആൺകുട്ടികളാണ്. മൂത്ത കുട്ടി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഞെട്ടിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞതാണ്, കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പം. ആൾ നമ്മുടെ മേക്കപ്പിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ജിന്ന് റെഡിയായി പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വല്യമ്മേനെ കാണാൻ പോയിട്ട്, അതായത് അപ്പുചേട്ടൻ്റെ അമ്മ. എല്ലാവരും ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ വീട്. എങ്ങടെ നോക്കണ്ടേ? ഹാളിലെന്തിട്ടാ ഈ ചെടി ഞാൻ കക്കും. ഇത് ഞാൻ ദൂട്ടിന് ഒരു 1-2 വർഷം ആയിട്ടുണ്ട്. അതിൽ മേലെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്ത സാൻഡാണ് കേട്ടോ കളിക്കാനായിട്ട്. ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് സാധനം കിട്ടിയാലും പറയും എടുത്ത് വെച്ചോളോ, ഉണ്ണിക്ക് കളിക്കാൻ എടുത്ത് വെച്ചോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കും കേട്ടോ. അവസാനം കളിച്ച് ഗാച്ചി അമ്മര് ശ്വേതൊക്കെ കൂടെ അടി ചെയ്ത് കളിക്കാനായിട്ട് ഇതാ ലാസ്റ്റ് അമ്മരെല്ലാം കൂടെ വാരിക്കൂട്ടി എടുത്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. നാളെയാണ് ഞാനും ശ്വേതയും ശരിക്കും എല്ലാം കെട്ടിപ്പറക്കി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ 4-5 ദിവസം ഞങ്ങൾ അങ്ങനെ ഹസ്ബൻഡ്സിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഗാച്ചിയോടും തൂട്ടിനോടൊക്കെ ടാറ്റ പറഞ്ഞ് പോവാണ്. അമ്മ വലിയമ്മേരെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ, അത് കാരണം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവർ എന്നെ വീട്ടിലാക്കി. ഇല്ലില്ല നിന്റെ കാറിലുണ്ട്. ടാറ്റാ ബൈ ബൈ. അങ്ങനെ അവർ ഞങ്ങളെ വീട്ടിലാക്കി. അവർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ അച്ഛൻ പെയിൻ്റ് അടിച്ച് വെച്ചപ്പോൾ മാറ്റ് ഫിനിഷ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ടോപ്പ് കോട്ട് ക്ലിയർ എന്തോ അടിക്കുക, സ്പ്രേ പെയിൻറ്റ് പോലെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഈ ഒട്ടിക്കലും പിടിക്കലും ഒക്കെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. ചേച്ചിനെ അവിടെ ആക്കി ഞങ്ങളിത് പോവാണ്. കുഞ്ഞിമാള് വലിയ കുഴപ്പം കിട്ടാതൊക്കെ ഇട്ടായിരുന്നു. ഇപ്പൊ അതിനെ അറിയാറായിട്ടില്ലല്ലോ, അതാണ് കുഴപ്പമില്ല. ചേച്ചി അവിടെ അന്നേരം അവിടെ ഇരുത്തിയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് നോക്കാമെങ്കിൽ ഉറങ്ങിയാണാവോ കുഞ്ഞിമാള്. കുഞ്ഞിമാളാര്
കുഞ്ഞമ്മ അച്ഛനൊക്കെ കഴിച്ചിട്ടാണല്ലോ നിനക്ക് കുഞ്ഞമ്മ എന്നല്ലാട്ട നോക്കണേ അച്ഛനെ നോക്കട്ടെ ബാക്കാണിച്ചത് ഐ സുന്ദരിയായിട്ടല്ലോ ഐ കാണിച്ചില്ലാട്ടാ ആന്റി ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരി ഐ ഇങ്ങോട്ട് ചെരിഞ്ഞിക്ക് സൂപ്പറായിട്ടാ. ഞങ്ങൾ വീട്ടിലേക്ക് ചെറുവാൾക്ക് വർക്കിന് വരുമ്പോൾ തന്നെ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് വീട്ടിലേക്ക് ഫുഡ് മന്തി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അമ്മളുടെ വീട്ടിലേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും ഓൾറെഡി ഞങ്ങൾ പാഴ്സലൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ട്. അപ്പോൾ ഡിന്നറൊന്നും വെക്കേണ്ട, ഞങ്ങൾ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫുൾ എല്ലാവർക്കും വീട്ടിൽ മന്തിയായിരുന്നു. അവിടെ മാഗേജും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ച് പോവുകയാണ്, ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇവരുടെ വീഡിയോയിൽ ഞാൻ തന്നെയാണ് കേട്ടോ വോയിസ് ഓവർ. പിന്നെ ഞങ്ങളുടെ ഗുഡ് നൈറ്റ് എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ ഇവരുടെ ഗുഡ് നൈറ്റോട് കൂടെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുഞ്ഞുമോളത്ത് നേരിട്ട് ഉറങ്ങിയിട്ടില്ല. എത്ര മണി? 10:30 ആയിട്ടുള്ളൂ. അവിടെ സമയം 1 മണി 1:30 പിന്നെ നമുക്ക് ഉറങ്ങാ കുഞ്ഞുമോള് ഉറങ്ങാ നമുക്ക്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.